ഫുട്ബോൾ ലോകത്തെ സിംഹാസനം ആർക്കും വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് ബാഴ്സലോണ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. തകർന്നു എന്ന് കരുതിയിടത്ത് നിന്ന് ഫ്ലിക്കിന്റെ തന്ത്രങ്ങളിലൂടെ കറ്റാലിയൻ പട വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എതിരാളികളുടെ നെഞ്ചിൽ ഭീതി വിതച്ചുകൊണ്ട് പഴയ പ്രതാപത്തിന്റെ കരുത്തുമായി ബാഴ്സലോണ വീണ്ടും ലോക ഫുട്ബോളിന്റെ ചക്രവർത്തി പദത്തിലേക്ക് നടന്നു കയറുകയാണ്. കോപ്പ ഡെൽ റേ റേസിംഗ് സ്റ്റാൻഡറിനെ അവരുടെ തട്ടകത്തിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ക്വാർട്ടർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അത് കേവലം ഒരു വിജയം മാത്രമല്ല, മറിച്ച് ലോക ഫുട്ബോളിനുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. ഫ്ലിക്ക് എന്ന തന്ത്രജ്ഞൻ ബാഴ്സയുടെ അമരത്തെത്തിയതോടെ ടീമിന്റെ സ്വഭാവം തന്നെ ആകെ മാറിമറിഞ്ഞിരിക്കുന്നു. പതറാത്ത പ്രതിരോധവും ശ്വാസം മുട്ടിക്കുന്ന ഹൈ പ്രസിംഗ് ഗെയിമുമായി ബാഴ്സലോണ ഇന്ന് സ്പാനിഷിന്റെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പൊരുതി നിന്ന സ്റ്റാൻഡറിനെ രണ്ടാം പകുതിയിൽ ബാഴ്സ പൂർണ്ണമായും നിഷ്പ്രഭരാക്കി. 66-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് ആദ്യ ഗോൾ നേടിയപ്പോൾ ഇഞ്ചുറി ടൈമിൽ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലാമിൻ യാമൽ രണ്ടാം ഗോളിലൂടെ വിജയമുറപ്പിച്ചു. 11 മത്സരങ്ങളിൽ പരാജയമറിയാതെ മുന്നേറുന്ന ബാഴ്സലോണ തങ്ങളെ എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഈ വിജയക്കുതിപ്പ് വെറുമൊരു യാദൃശ്ചികതയല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ്. 2015-ൽ മെസ്സിയും നെയ്മറും സുവാരസും ചേർന്ന് ലോകം കീഴടക്കിയ ആ സുവർണ കാലത്തിന് ശേഷം ഇതാദ്യമായാണ് ബാഴ്സലോണ ഇത്രമേൽ ആക്രമിച്ച് കളിക്കുന്നത്. 10 വർഷത്തിനിപ്പുറം ബാഴ്സ നടത്തുന്ന ഈ തിരിച്ചുവരവ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നാണ്. ഗാവി, ലാമിൻ യമാൽ തുടങ്ങിയ യുവരക്തവും ഫെറാൻ ടോറസിനെ പോലുള്ള പരിചയ സമ്പന്നരും ചേരുമ്പോൾ ഫ്ലിക്കിന്റെ സംഘം കരുത്തുമായി മുന്നേറുകയാണ്. സിംഹം പതുങ്ങുന്നത് ഒളിക്കാനല്ല, മാരകമായി തിരിച്ചടിക്കാനാണെന്ന് ബാഴ്സ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. കിരീടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഈ വിജയ കുതിപ്പ് തടയാൻ നിലവിൽ ആർക്കും കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബാഴ്സലോണ വീണ്ടും ലോക ഫുട്ബോളിന്റെ ചക്രവർത്തി പദത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ കളിക്കളത്തിൽ പന്ത് കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും എതിരാളികളെ വരിഞ്ഞു മുറുക്കുന്ന ബാഴ്സയുടെ ഈ പുതിയ പതിപ്പ് ആരാധകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഇനി ലോക ഫുട്ബോളിലെ നിയമങ്ങൾ ബാഴ്സലോണ എഴുതും, ബാഴ്സലോണ നയിക്കും.